ജപ്പാനിലെത്തിയിട്ടുള്ള ആദ്യത്തെ ദിവസമാണിന്ന്. ജപ്പാനിലെ സമയം ഏകദേശം രാവിലെ 6:34 നമ്മൾ എഴുന്നേറ്റു. നാട്ടിൽ ഏകദേശം ഒരു 3:30 ആയിക്കാണ്. ഈ സമയത്തൊക്കെ നമ്മൾ മൂടിപ്പൊതച്ച് കിടന്ന് ഉറങ്ങുന്ന സമയമാണ്. പക്ഷേ ഇവിടെ 6:34 ആയെന്നാലും അതിൻ്റെ ഒരു ഇരുട്ടോ സൂര്യൻ ഇങ്ങനെ വരുന്ന സമയം അതങ്ങനെ ഒന്നുമില്ല. നല്ല വെളിച്ചമായിരിക്കും ജപ്പാനിൽ. അത് ഞാനിവിടെ എത്തിയപ്പോഴാണ് അത് തിരിച്ചറിയുന്നത്. ആദ്യത്തെ ദിവസമായി ഇന്ന് ഒരുപാട് സ്ഥലങ്ങൾ, ഒരുപാട് ഡെസ്റ്റിനേഷൻസ് നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിൽ വൺ ഓഫ് ദ മെയിൻ ഡെസ്റ്റിനേഷൻ ഈസ് ടോക്കിയോയിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ടവർ ഈസ് ദ ടോക്കിയോ സ്കൈ ട്രീ. അതിലാണ് നമ്മൾ ഫസ്റ്റ് പോകുന്നത്. ഒരുപാട് കേട്ടിട്ടുണ്ട്, ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴാണ് പോകാൻ ഭാഗ്യം കിട്ടിയത്. അവിടേക്ക് നമ്മൾ ആദ്യം പോകുന്നു. അത് കഴിഞ്ഞിട്ട് ടോക്കിയോയിലെ നാഷണൽ ഡയറ്റ് ബിൽഡിങ്, ടോക്കിയോയിലെ ഇമ്പീരിയൽ പാലസ്, ടോക്കിയോയിലെ രാജാവ് താമസിക്കുന്ന ഒരു പാലസാണ് ടോക്കിയോയിലെ ഇമ്പീരിയൽ പാലസ്. അവിടേക്ക് പോകുന്നു. അത് കഴിഞ്ഞിട്ട് ടോക്കിയോയിൽ തന്നെ വൺ ഓഫ് ദ മെയിൻ ഫേമസ് ബുദ്ധിസ്റ്റ് ടെമ്പിൾ സാൻസോജി ടെമ്പിൾ, അവിടേക്കൊക്കെ നമ്മൾ പോകുന്നു. ഇതൊക്കെ പേര് കേൾക്കുമ്പോൾ എന്താണെന്നൊരു പിടുത്തം കിട്ടില്ലെങ്കിലും കാണാൻ നല്ല രസമായിട്ടുള്ളതും ഭയങ്കര ഹിസ്റ്റോറിക്കലായിട്ടുള്ള 3-4 സ്ഥലങ്ങളാണ് ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത്. നാട്ടിലുള്ളപ്പോൾ ഈ അടുത്ത് തുടങ്ങിയ പുതിയൊരു ശീലമാണ് ജിമ്മിൽ പോവുക എന്നുള്ളത്. അത് എനിക്ക് വേണ്ടിയല്ല മെയിനായിട്ട് തുടങ്ങിയത്. അച്ഛനാണ് ആദ്യം പോകാൻ തുടങ്ങിയത്. അച്ഛൻ്റെ കൂടെ പോയി അവസാനം ഞാനും കൂടെ ജിമ്മിൽ ചേർന്നു. ഇപ്പം ഞാനും സ്ഥിരം കണ്ടിന്യൂസ്ലി പോകുന്ന ഒരാളാണ് ജിമ്മിൽ. അതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ് ആണ്, ഈ അടുത്ത് ചേർന്നേ ഉള്ളൂ. ജപ്പാനിൽ വരുന്നതിന് ഒരു കുറച്ച് നാൾ മുമ്പാണ് ചേർന്നത് ജിമ്മിൽ. അപ്പോൾ ഈ ജപ്പാനിൽ വരുന്ന സമയത്ത് ജസ്റ്റ് വീണ്ടും ബ്രേക്ക് ചെയ്യേണ്ടി വന്നു. ജിമ്മിൽ മര്യാദയ്ക്ക് പോയി ജപ്പാനിൽ വന്നപ്പോൾ ജസ്റ്റ് ഒരാഴ്ച ഇനി ജിമ്മിൽ പോക്ക് നടക്കില്ലെന്ന് വിചാരിച്ചപ്പോൾ നമ്മൾ താമസിച്ച ഹോട്ടലിൽ തന്നെ ഒരു വലിയ എക്വിപ്ഡ് ആയിട്ടുള്ളൊരു ജിമ്മ്, അത് അവർ ഇങ്ങോട്ട് പറഞ്ഞപ്പോഴാണ് അറിയുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ തിരക്കുകയില്ല. കാരണം നമ്മൾ ഇതിനു മുമ്പ് പോയ ഇപ്പോൾ ചൈനയിലായിക്കോട്ടെ, ദുബായിലായിക്കോട്ടെ, ഇവിടെ ആയിക്കോട്ടെ നമ്മൾ തിരക്കാറുമില്ല. നമ്മളോട് ആരും കൂടെ ഒന്ന് പറഞ്ഞിട്ടും ഇല്ലായിരുന്നു. പക്ഷേ ഇവിടെ എന്തോ ഭാഗ്യത്തിൽ നമ്മൾ അറിഞ്ഞതും കിട്ടിയ അവസരം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളൊരു ഒരു മനോഭാവത്തിൽ നമ്മൾ ആ ജിമ്മ് നല്ലപോലെ യൂട്ടിലൈസ് ചെയ്തു. നല്ലൊരു വലിയ എക്വിപ്ഡ് ആയിട്ടുള്ള ജിമ്മാണ്. അറൗണ്ട് ഒരു 1 hour നമ്മൾ ജിമ്മിൽ സ്പെൻഡ് ചെയ്തിട്ട് നേരെ നമ്മുടെ റൂമിലേക്ക് തിരിച്ചിറങ്ങി. വേറെ ഒന്നുമല്ല, കൃത്യം ഇപ്പോൾ സമയം 8:30 9:00 ആകുമ്പോൾ നമ്മളോട് റെഡി ആയിട്ട് ലോബിയിൽ നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ മെയിൻ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇനി 1 മണിക്കൂറേ ഉള്ളൂ. 9:30 നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് നിൽക്കണം. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോൾ എന്നെ അച്ഛനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഒരു പോളിസി എന്ന് വെച്ചാൽ ഏത് രാജ്യത്ത് പോകുമ്പോഴും അവിടുത്തെ ഹോട്ടലിൽ താമസിക്കുമ്പോൾ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല സമാധാനത്തോടെ, എന്താ പറയുക, ഈ ഓടിപ്പടച്ചില്ലാതെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട് കഴിക്കണം എന്നൊരു രീതിയുള്ളതാണ് ഞാനും അച്ഛനത് ഏത് രാജ്യത്ത് പോകുമ്പോഴും. കാരണം വേറെ ഒന്നുമല്ല, ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റിലൂടെയാണ് അവിടുത്തെ ഡിഫറെൻറ്റ് ഡിഷസ്. ഇനി അവിടുത്തെ തന്നെ ഡിഫറെൻറ്റ് ഡിഷസ് അല്ലെങ്കിൽ പോലും നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് ഡിഷസ്, ഒരുപാട് ജ്യൂസുകളും, ഒരുപാട് ടൈപ്പ് ഓഫ് വെറൈറ്റി ഓഫ് ചിക്കൻസിൻ്റെ വെറൈറ്റി, ബീഫിൻ്റെ വെറൈറ്റി, അങ്ങനെ ഇഷ്ടം പോലെ. ഇപ്പോൾ നിങ്ങൾ ഹോട്ടലിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെ ഒരുപാട് നിങ്ങൾ കാണാത്ത ഒരുപാട് ഡിഷസ് ഉണ്ടാവും. അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇത് കാണുന്ന പലരും ഇതുവരെ കാണാത്ത ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് ഡിഷസ് ഇപ്പോൾ ഞാൻ കാണിക്കുന്നതിലൂടെ നിങ്ങൾ അറിയുന്നുണ്ടാവും. അതുപോലെ തന്നെ ഞാനും മെജോറിറ്റി ഓഫ് ഡിഷസും ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഓരോ ഹോട്ടലിലും ഓരോ രാജ്യത്ത് ചെല്ലുമ്പോഴും നമ്മൾ ഓരോ ഡിഷസ് പഠിക്കുകയും ഓരോന്ന് ടേസ്റ്റ് ചെയ്യാൻ നോക്കാനും പറ്റുള്ളൂ. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇച്ചിരി സമയമെടുക്കുന്ന പരിപാടി ആയതുകൊണ്ടും ഇച്ചിരി കാമൻ ക്വയറ്റായിട്ട് കഴിക്കേണ്ടത് കൊണ്ടും അതാണ് നേരത്തെ ജിമ്മിൽ നിന്ന് ഇറങ്ങിയത്. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് കാര്യങ്ങൾ. നമ്മളിവിടെ വന്നിട്ട് എല്ലാ ഫുഡ്സും കണ്ട് ഏതൊക്കെയാണ് സെലക്ട് ചെയ്യേണ്ടത്, എന്തൊക്കെ ഫുഡാണ് ഉള്ളതെന്ന് അറിഞ്ഞ് വരുമ്പോഴത്തേക്കും തന്നെ ഏകദേശം ഒരു 20-25 മിനിറ്റോളം കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെയാണ്, കാം ആൻഡ് ക്വയറ്റായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് എന്തൊക്കെയാണ് എന്ന് അറിഞ്ഞ് ചെയ്യേണ്ട ഒരു പരിപാടിയാണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്. ഓരോ രാജ്യത്ത് വരുമ്പോഴും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നൊരു സംഭവം. കാരണം എന്തെങ്കിലും ഒന്ന് മിസ്സായി പോയാൽ അത്രയ്ക്ക് സങ്കടം, എന്നെ സംബന്ധിച്ച് പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് സങ്കടമുള്ളൊരു കാര്യമില്ല. കാരണം ഒന്നും നമുക്ക് ഫോർവേഡ് ചെയ്താൽ പിന്നെ അത് തിരിച്ച് കിട്ടാത്ത കുറേ കാര്യങ്ങളിലൊന്നാണ് ഈ ഒരു സംഭവം. അത് ഫുഡ് എന്ന രീതിയിലല്ല, ഞാൻ എല്ലാം പൊതുവേ പറയുവാണ്. അതുകൊണ്ട് തന്നെ അത് നിങ്ങളെ കാണിക്കണം, നിങ്ങൾക്കത് അറിയാം. കാരണം ഞാൻ ചൈനയിൽ പോയപ്പോഴും ഞാൻ ഈ കാര്യം സെയിം ഡിക്റ്റോ കാര്യം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ അത് വലിയൊരു കാര്യം തന്നെയാണ്.
ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിഞ്ഞ് നമ്മൾ നമ്മുടെ റൂമിലേക്ക് വന്നു. നമ്മൾ ജസ്റ്റ് ബാഗൊക്കെ എടുത്ത് അടുത്തേക്ക് ഇറങ്ങാൻ വേണ്ടി. അത്യുഗ്രൻ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് തന്നെ പറയണം. കാരണം അതിനൊരു എക്സാമ്പിൾ ഉണ്ട്. നമ്മളിപ്പോൾ എന്തെങ്കിലും കമ്പയർ ചെയ്യുവാണെങ്കിലും നേരത്തെ ഒരു കാര്യം വെച്ചായിരിക്കും കമ്പയർ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു സാമ്പാർ കഴിക്കുന്നത്, നേരത്തെ കഴിച്ചൊരു സാമ്പാറിൻ്റെ ഒരു മെമ്മറി വെച്ചിട്ട് അത് വെച്ച് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കമ്പയർ ആയിട്ട് കൊള്ളാവോ അല്ലെ കൊള്ളില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രിപ്പ് വൈസ് പറയുമ്പോൾ ഇതേ സമയം കഴിഞ്ഞ വർഷം അറ്റ് എ ടൈം നമ്മൾ ചൈനയിലായിരുന്നു. ചൈനയിൽ നമ്മൾ കഴിച്ചിരുന്ന ബ്രേക്ക്ഫാസ്റ്റും ഇപ്പോൾ നമ്മൾ ജപ്പാനിലെത്തിയ ഈ ഡേ 1 ഒരു ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ വെച്ചിട്ടുണ്ട് ഡേ 1 ആണ്. ഈ ഡേ 1 ബ്രേക്ക്ഫാസ്റ്റ് രണ്ടും കട്ടയ്ക്ക് തന്നെയാണ്. ഇപ്പം ചൈന അത്ര എത്തിയില്ലെന്നോ എന്നാൽ അതിൻ്റെ മേളിലാണെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ചൈനയിലും അടിപൊളിയായിരുന്നു, ജപ്പാൻ പക്ഷേ ഇച്ചിരി ഡിഷസ് വെറൈറ്റി സാധനങ്ങൾ ജപ്പാനിൽ ഇച്ചിരി കൂടുതലുണ്ടായിരുന്നു. ടേസ്റ്റ് വൈസ് എല്ലാം അടിപൊളിയാണ്. നമുക്ക് കഴിക്കാൻ പറ്റണതും പറ്റാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ജപ്പാനിലുണ്ടായിരുന്നു. ഈ ജപ്പാൻകാരുടെ ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ട്, ഷുഷീൽ അങ്ങനെ ഒരു സാധനം, ഞാൻ കറക്റ്റ് നെയിം പറയാം. അതും കഴിച്ചിരുന്നു, അത് കൊള്ളാം കേട്ടോ. ജപ്പാൻകാരുടെ മെയിൻ ഡിഷ് ഒരു റൗണ്ടിൽ കുറച്ച് എന്താ പറയുക നോൺ വെജ് ഐറ്റംസ് ഒക്കെ വെച്ചിട്ട് അത് ചെറിയൊരു സാധനം പല അത് ആ ഒരു പേരാണ് അതിന് പല വെറൈറ്റി സാധനങ്ങളുണ്ട് ആ പേര് തന്നെ. സോ അത് ഇനി വരുമ്പോൾ കാണിച്ചു തരാം, ഇനി കഴിക്കാൻ നേരത്ത് കാണിച്ചു തരാം. ഇപ്പം ഞാൻ ജസ്റ്റ് വീഡിയോ ഒക്കെ ഓഫ് ചെയ്തപ്പോഴാണ് എൻ്റെ കൈ കിട്ടിയത്. എനിവേ അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്യുന്നു. ഇപ്പോൾ എത്ര മണിയായി? 9 മണിയായി. 9:10 അവിടെ എത്തണമെന്ന് പറഞ്ഞിരിക്കണം. ജസ്റ്റ് പാക്ക് ചെയ്തിട്ട് നമുക്ക് ഇന്നത്തെ പരിപാടിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ നമ്മുടെ ബസ്സിലേക്ക് കയറാൻ പോവാണ്. ആദ്യം പോകുന്ന സ്ഥലവും ഞാൻ പറഞ്ഞു, ടോക്കിയോയിലുള്ള ഇമ്പീരിയൽ പാലസിലാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഇമ്പീരിയൽ പാലസ് എന്ന് പറഞ്ഞാൽ പലരും കേട്ടിട്ടുണ്ടാകാൻ സാധ്യതയില്ല, കുറച്ച് പേര് കേട്ടിട്ടുണ്ടാവും. ടോക്കിയോയിലെ ചക്രവർത്തിയുടെ താമസ സ്ഥലമാണ് ഇമ്പീരിയൽ പാലസ്. ടോക്കിയോയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും ചിയോഡ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെയാണ് ഈ ഇമ്പീരിയൽ പാലസ്. ഇവിടുത്തെ രാജാവിൻ്റെ പ്രധാനമായ ചടങ്ങുകളും അവരുടെ പിൻതലമുറക്കാർ സൂക്ഷിച്ചു വെച്ചിരുന്ന ഹിസ്റ്റോറിക്കലായിട്ടുള്ള സംഭവങ്ങളെല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്നതും അതിൻ്റെ അകത്തൊരു മ്യൂസിയം എല്ലാം അതിൻ്റെ അകത്താണ്. മ്യൂസിയത്തിലൊന്നും നമുക്ക് അതിൻ്റെ അകത്തേക്ക് എൻട്രി ഇല്ല ഇന്നത്തെ ദിവസം. കാരണം അവിടെ വ്യാഴാഴ്ച എന്നൊരു ദിവസമേ തുറക്കുള്ളൂ പബ്ലിക്കിന് വേണ്ടി. അതും ലിമിറ്റഡ് ആയിട്ടുള്ള ടിക്കറ്റ്സേ ഉള്ളൂ. നമ്മളിന്ന് എത്തിയിരിക്കുന്ന ദിവസമാണെങ്കിൽ ശനിയാഴ്ചയാണ്. ആയതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തുനിന്നുള്ള സൈഡ് വ്യൂ മാത്രമേ ഉള്ളൂ. ഈ ഇമ്പീരിയൽ പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ജപ്പാനിലെ നാഷണൽ ഡയറ്റ് ബിൽഡിംഗ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് ജപ്പാനിലെ ഒരു നിയമസഭാ സമുച്ചയം എന്നൊക്കെ പറയാം, ഒരു പാർലമെൻറ്റ് എന്ന രീതിയിലും പറയാം. 2 ബിൽഡിങ് കണക്ട് ചെയ്തിട്ടാണ് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് മുമ്പ് ജപ്പാനിലെ ഏറ്റവും ഉയരം കൂടിയ ബിൽഡിംഗ് ആയിരുന്നു, 100 വർഷം മുമ്പ്. അപ്പോൾ അന്നേ അവരുടെ ടെക്നോളജിയൊക്കെ എന്തുമാത്രം മുന്നിലാണെന്ന് നമുക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ. അടുത്ത് നമ്മൾ പോകുന്നത് ജപ്പാനിലെ ഏറ്റവും വലിയ ടവറായ ടോക്കിയോ സ്കൈ ട്രീയിലേക്കാണ്. ഇതിന് മുമ്പ് നമുക്ക് ഇവിടെ ഒരു ടവർ ഉണ്ടായിരുന്നു, അതിന്റെ പേരാണ് ടോക്കിയോ ട്രീ. ഓക്കെ, ടോക്കിയോ ടവർ ആക്ച്വലി അത് സ്റ്റോപ്പ് ആയതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ടൗണിൽ തന്നെ നമുക്ക് നമ്മുടെ ഹോട്ടലിൽ നിന്നാലും കാണാൻ പറ്റും. ടോക്കിയോ ടവർ അത് മെയിൻ ആയിട്ട് അതിന്റെ ഒരു എക്സാമ്പിൾ അല്ലെങ്കിൽ അതിന്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈഫിൽ ടവർ പോലെയാണ് അത് വെച്ചേക്കുന്നത്. ഈഫിൽ ടവറിന്റെ ഒരു മാതൃകയാണ്. ബട്ട് ഈഫിൽ ടവർ ഒരു കളർ എന്ന് പറയുന്നത് ഒരു ബ്രൗൺ, ഒരു അയൺ അങ്ങനത്തെ ഒരു കളറാണ് ഈഫിൽ ടവറിന്റെ കളർ. ഇത് ആക്ച്വലി സ്റ്റീൽ സംഭവമാണ്, ബട്ട് ഇത് പെയിന്റഡ് ഇൻ റെഡ് ആൻഡ് വൈറ്റ്. അതിന്റെ മെയിൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർലൈൻസിന് കുറച്ചുകൂടി ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിന് ആ കളറിൽ ടോക്കിയോ ടവർ അങ്ങനെ ചെയ്തേക്കുന്നത്. നമ്മുടെ ടൂർ ഗൈഡ് ബെൻസൺ ചേട്ടൻ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് ഏകദേശം കാര്യങ്ങൾ. ഒരുപാട് ടോക്കിയോ സ്കൈ ട്രീയെ കുറിച്ച് പറയാനുണ്ട്. ഈ ടോക്കിയോ സ്കൈ ട്രീനെ ടവർ എന്ന രീതിന് പുറമെ ഒരു ബിൽഡിംഗ് എന്ന രീതി പറയുവാണെങ്കിൽ ഇത് 2ാം സ്ഥാനത്താണ്. അതിനെ കവച്ചു വയ്ക്കാൻ ഒരെണ്ണേ ഉള്ളൂ ഏറ്റവും വലുത്, അത് ദുബായിലുള്ള ബുർജ് ഖലീഫയാണ്. കറക്റ്റായിട്ട് വരും പറയുകയാണെങ്കിൽ ടോക്കിയോ സ്കൈ ട്രീക്ക് 634 മീറ്ററും ബുർജ് ഖലീഫയ്ക്ക് 828 മീറ്ററും. ടോക്കിയോയുടെ ഗ്രൗണ്ട് ലെവലിൽ നിന്നും ഏതാണ്ട് 634 മീറ്ററോളം മുകളിൽ വന്നെന്ന് പറയാം. അതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആണ് ഈ മേളിൽ നിന്ന് നോക്കുമ്പോൾ. ടോക്കിയോ സിറ്റി മൊത്തത്തിൽ എൻ്റയർ ആയിട്ടുള്ളൊരു നമുക്കൊരു വ്യൂ ഈ മേളിൽ നിന്ന് കാണാം. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ടോക്കിയോ സ്കൈ ട്രീയുടെ ചുറ്റിനും കവർ ചെയ്ത് കിടക്കുന്ന ഒരു ലേക്കാണ് സുമിത റിവർ. നമ്മളിപ്പോൾ മേളിൽ നിന്നുള്ള വിഷ്വലിൽ നിങ്ങൾ ചെറുതായിട്ടൊരു ലേക്ക് ഇങ്ങനെ നൂല് പോലെ പോകുന്നത് കാണാം. മേളിൽ നിന്ന് അത്രയും ഹൈറ്റ് ആയതുകൊണ്ടാണ് അത് ഇങ്ങനെ ചെറുതായിട്ട് കാണുന്നത്. അത്രയും വലിയൊരു റിവർ തന്നെയാണ് ഈ സുമിത റിവർ. അവിടെ നിന്ന് നമ്മൾ വൈകിട്ട് പോകുന്നതായിരിക്കും. നല്ലൊരു വ്യൂ ആണ് എന്നാണ് പറയുന്നത്. ഞാൻ വീഡിയോയിലും കണ്ടിട്ടുണ്ട്. 2008 ജൂലൈ ആയപ്പോഴാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ടോക്കിയോ സ്കൈ ട്രീ ജാപ്പനീസ് ഗവൺമെൻറ് നിർമ്മാണം ആരംഭിച്ചത്. 2008 തുടങ്ങി ഏതാണ്ട് 4 വർഷത്തോളം എടുത്തു നിർമ്മാണ പരിപാടികളൊക്കെ ഏകദേശം ഒന്ന് അവസാനിക്കാൻ. 2012 ഫെബ്രുവരി ആയപ്പോൾ നിർമ്മാണ പരിപാടികളൊക്കെ അവസാനിച്ചു. മെയ് ആയപ്പോൾ അത് ഓപ്പൺ ചെയ്യുകയും ചെയ്തു. ഏതാണ്ട് 4 വർഷത്തോളം എടുത്തതുകൊണ്ട് തന്നെ
ജാപ്പനീസ് ഗവൺമെൻറ് ഈ ടോക്കിയോ സ്കൈ ട്രീയുടെ നിർമ്മാണ ചെലവിന് വേണ്ടി മുടക്കിയ കാശെന്ന് വെച്ചാൽ $400 മില്യൺ. അതായത് നാട്ടിൽ നമ്മുടെ ഇന്ത്യൻ റുപ്പീസിൽ പറയുമ്പോൾ ഒരു 35,000 കോടി എന്നൊക്കെ പറയാം. അത്രയ്ക്കും അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനനുസരിച്ച് ടൂറിസത്തെ അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയാം. ടോക്കിയോ സ്കൈ ട്രീയിലെ അതിവിശാലമായ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മൾ അടുത്ത് പോകുന്നത് ലഞ്ച് കഴിക്കാനാണ്. ഏതാണ്ട് ഒരു 2-2.5 മണിക്കൂറോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു. അതിൻ്റെ ക്രിസ്പായിട്ടുള്ള വിഷ്വൽസൊക്കെ നിങ്ങളെ കാണിച്ചു തരികയും ചെയ്തു. നമ്മൾ ലഞ്ച് കഴിക്കുന്നത് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ തന്നെയാണ്. പോകുന്ന വഴിക്ക് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു വ്യൂ കൂടെ കാണാൻ പറ്റി. വേറൊന്നുമല്ല, ടോക്കിയോ സിറ്റിയിലെ എല്ലാ ഇയർലി വൈസും നടക്കുന്ന ഒരു പരേഡ്, ചിൽഡ്രൻസും ഫാമിലീസൊക്കെ കൂടെ ടീച്ചേഴ്സും അവിടുത്തെ മെയിനായിട്ടുള്ള ടീച്ചേഴ്സിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു പരേഡും കൂടെ കാണാൻ പറ്റിയത് തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് പറയാം. നമ്മൾ വന്ന സമയത്തിൻ്റെ പ്രത്യേകതയാണോ, അത് കാണാൻ പറ്റിയൊരു ഭാഗ്യമാണോ എന്നറിയില്ല. അതിൻ്റെ പ്രത്യേകത എന്താണ് ഈ പരേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിക്ക് ആ ബോർഡ് വായിച്ചിട്ട് മനസ്സിലായില്ല. കാരണം ജാപ്പനീസിലാണ്. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വഴി എടുത്ത് നോക്കിയിട്ട് പോലും അതും മനസ്സിലായിട്ടില്ല. ടോക്കിയോയിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കുറച്ച് വെറൈറ്റിയാണ്. അസകുസ എന്നാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേര്. ഏതോ ഒരു സിനിമയിൽ കേട്ട് മറന്നൊരു പേര് പോലെ തോന്നുന്നു അസകുസ. അസകുസയിലെ ഫേമസ് ബുദ്ധിസ്റ്റ് പഗോഡ അഥവാ ബുദ്ധിസ്റ്റ് ടെമ്പിളായ സെൻസോജി ടെമ്പിളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇയർലി ഏതാണ്ട് 30 ലക്ഷത്തിലധികം ആൾക്കാർ വിസിറ്റ് ചെയ്യുന്നൊരു ടെമ്പിൾ, ബുദ്ധിസ്റ്റ് ടെമ്പിൾ കൂടിയാണ് ഈ സെൻസോജി ടെമ്പിൾ. 1945 രണ്ടാം ലോക മഹായുദ്ധമായിട്ട് ബന്ധപ്പെട്ട ഒരു ഫയർ ബോംബ് ആക്രമണത്തിൽ ഈ സാൻസോജി ടെമ്പിളിൻ്റെ ഒരു വശം മൊത്തം നശിക്കപ്പെട്ടു പോയതായിരുന്നു. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് അത് പണി കഴിപ്പിക്കുകയും പിന്നീട് അത് സ്വന്തമാകുകയൊക്കെ ചെയ്തത്. നമ്മുടെ ഇന്ത്യയിലെ കപിലവസ്തുവിലാണ് ബുധൻ പിറന്നത്. എങ്കിലും ഇന്ത്യയേക്കാൾ കൂടുതൽ ഇന്ത്യക്ക് പുറമേ ഉള്ള രാജ്യങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ചൈന ആയിക്കോട്ടെ, നമ്മളിപ്പോൾ നിൽക്കുന്ന ജപ്പാനിലായിക്കോട്ടെ, കൊറിയയിലായിക്കോട്ടെ, ഇവിടെ തുടങ്ങിയ ഒരുപാട് രാജ്യങ്ങളിൽ ഇന്ത്യയേക്കാൾ കൂടുതൽ, ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയേക്കാൾ കൂടുതൽ ബുധനെ ആഘോഷിക്കപ്പെടുന്നുണ്ട്, ആരാധിക്കപ്പെടുന്നുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് കാണുന്നതിന് പുറമെ ഇന്ത്യയിൽ നിന്ന് പുറത്തു പോകുന്നവർക്കറിയാം ഒരുപാട്, നമ്മൾ എണ്ണിയാൽ തീരാത്തത്രയും ബുദ്ധിസ്റ്റ് പഗോഡ, ബുദ്ധിസ്റ്റ് ടെമ്പിൾസ് ഈ ചൈനയിലും ജപ്പാനിലൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു വിഷ്വലി എക്സാമ്പിളാണ് ഞാനിപ്പോൾ കണ്ടതും നിങ്ങളിപ്പോൾ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നതും. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ്, ലക്ഷക്കണക്കിന് ആൾക്കാർ എൻ്റെ ചുറ്റിനും, അതായത് ഈ സാൻസോജി ടെമ്പിളിന് ചുറ്റിനും ഉണ്ട്. നമ്മൾ എണ്ണിയാൽ തീരാത്തത്ര ആൾക്കാർ. അതിൽ മെജോറിറ്റി ഓഫ് ആൾക്കാരും വരുന്നു, പ്രാർത്ഥിക്കുന്നു, ഇവിടെ തന്നെ ഇരിക്കുന്നു. എന്താ പറയുക, സമയം നോക്കാതെ എത്ര സമയം പോയെന്നറിയാതെ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നു, ഓരോ പൂജാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. അത്രയ്ക്കും ഡെഡിക്കേറ്റഡ് ആയിട്ട്. അത് നമ്മുടെ നാട്ടുകാരെ അല്ല, അതുപോട്ടെ ഞാനിപ്പോൾ നിൽക്കുന്ന ജപ്പാനിലുള്ള ആൾക്കാർ പോലും അല്ല, കൂടുതലും പല പല രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് സ്വയമേ മറന്നിവിടെ ഇരിക്കുന്നത്.
അങ്ങനെ നമ്മൾ സാൻസിയോജി ടെമ്പിളിൽ നിന്നും വിടവാങ്ങിയാണ്. അടുത്ത പോകുന്ന സ്ഥലം എനിക്ക് കുറച്ച് പേഴ്സണലി ഫേവറേറ്റ് ആണ്. വേറൊന്നുമല്ല, ഇതുവരെ അമേരിക്കയിൽ പോകാത്ത എനിക്ക് സ്റ്റാച്യു ഓഫ് ലിബർട്ടി കാണാനുള്ളൊരു അവസരം. പെട്ടെന്ന് എല്ലാവർക്കും കത്താൻ ചാൻസ് ഇല്ല. അധികം ആർക്കും അറിയാത്തൊരു ഒരു 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 സീക്രട്ട് എന്ന് വേണമെങ്കിൽ പറയാം. അധികം ആർക്കും അറിയാത്ത കുറച്ച് പേർക്ക് അറിയാം. സ്റ്റാച്യു ഓഫ് ലിബർട്ടി അമേരിക്കയിലെ ഉള്ളതിൻ്റെ തന്നെ ഡിക്റ്റോ ഒരു സാധനം ജപ്പാനിലുണ്ട്. അതായത് ഫ്രാൻസ് ഗവൺമെൻറ് ജപ്പാനുമായിട്ടുള്ള ഒരു ബയലാട്രൽ ഫ്രണ്ട്ഷിപ്പിൻ്റെ പുറത്ത് അവരൊരു സ്റ്റാച്യു സമ്മാനിച്ചു. അതായത് അമേരിക്കയിലുള്ള സെയിം ഡിക്റ്റോ സ്റ്റാച്യു ഓഫ് ലിബർട്ടി അവിടെ അവർ സ്ഥാപിച്ചു. ഫ്രാൻസ് ഗവൺമെൻറ് അത് ടെമ്പററി ആയിട്ടാണ് വെച്ചതെങ്കിൽ പോലും അന്ന് അത് ഭയങ്കര ടൂറിസ്റ്റുകളെ ആകർഷിക്കും. എന്താ പറയുക, ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആൾക്കാർ ഇതുവരെ വന്നെന്ന് വേണമെങ്കിൽ പറയാം. അതിനെ തുടർന്ന് അത് ടെമ്പററി മാറ്റി പെർമനൻ്റ് ആക്കുകയും പിന്നീട് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നു എന്നുവരെ എത്തി നിൽക്കുന്നു ആ ഒരു സ്റ്റാച്യുവിൻ്റെ ഒരു ചരിത്രം എന്നും പറയാം. നമ്മൾ ടോക്കിയോയിലെ സ്കൈ ട്രീയിൽ നിന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഇവിടുത്തെ ഏറ്റവും മെയിനായിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റിവറാണ് സുമിത റിവർ. ഗൂഗിളിൽ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ തന്നെ പോട്ടെ, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയും ജപ്പാനും സെർച്ച് ചെയ്യുമ്പോൾ തന്നെ എന്താ പറയുക, ഫോട്ടോസ് വരുന്നത് സുമിത റിവറിൻ്റെയാണ്. കാരണം സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ നേരെ പുറകിലാണ് ഈ സുമിത റിവർ. അതുകൊണ്ട് തന്നെ ഭയങ്കര സീനറിയും, നിങ്ങൾ ഈ കാണുന്നതിന് പുറമെ ആ സ്റ്റാച്യുവിന് മുമ്പിൽ ചെല്ലുമ്പോൾ ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ഏരിയയും കൂടെയാണ് ഈ സ്ഥലം. ജപ്പാനിൽ നമ്മളിപ്പോൾ നിൽക്കുന്ന സിറ്റി ഒബൈദ സിറ്റിയിൽ ഏറ്റവും വലിയൊരു മാളെന്ന് തന്നെ പറയാം ഈ അക്വാ സിറ്റി. അക്വാ സിറ്റിയിൽ ഇച്ചിരി എക്സ്പെൻസീവാണ്. പക്ഷേ എക്സ്പെൻസീവിന് പുറമേ നിന്ന് തന്നെ ടൂറിസ്റ്റുകൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ മേടിക്കാനും ഇതിന് മുമ്പിൽ കുഞ്ഞ് സ്റ്റേഷനറി ഐറ്റംസ് പോലത്തെ ഒരു സംഭവം സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്നതായിട്ട് കമ്പാരിസൺ ചെയ്യരുത് ഒരിക്കലും. കാരണം ഞാനത് നേരത്തെ നമ്മുടെ യൂട്യൂബിൽ തന്നെ ഇട്ടിട്ടുണ്ട്, ഒരു ഷോർട്സിൽ ഞാൻ പറഞ്ഞായിരുന്നു. നമ്മുടെ നാട്ടിലൊരു കീ ചെയിനെ ഈ ജപ്പാൻ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഏതാണ്ട് ഒരു കീ ചെയിന് 500-600 രൂപ വില വരും നമ്മുടെ ഇന്ത്യൻ റുപ്പീസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അതുകൊണ്ട് നമ്മുടെ നാട്ടിലെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ പോലും ജസ്റ്റ് പുറം രാജ്യക്കാർക്കും അത്യാവശ്യം ഇച്ചിരിയും കൂടെ പൈസയൊക്കെ ചിലവാക്കാൻ ഒരു മൈൻഡ് ഉള്ളവർക്കും മേടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു കുഞ്ഞു കുഞ്ഞു കടകൾ ഇവിടെ ഒരുപാടുണ്ട്. ജപ്പാനിലെത്തി ഈ ആദ്യത്തെ ദിവസം ഒരുപാട് നല്ല കാഴ്ചകൾ കാണാനും അത് നിങ്ങളെ കാണിക്കാനും പറ്റിയെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നാളെ 2ാമത്തെ ദിവസത്തെ വ്ളോഗ് ഉടനെ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.